ഒരിടത്ത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ താവളമാക്കി ഒരു യാചകൻ ഭിക്ഷ യാചിച്ചിരുന്നു. അവിടെ എത്തുന്ന യാത്രക്കാരുടെ കാരുണ്യത്തിലായിരുന്നു ഓരോ ദിവസവും അയാൾ തന്റെ ജീവിതം തള്ളി നീക്കിയിരുന്നത്. അവിടെ വന്നു പോകുന്ന ആയിരക്കണക്കിന് മുഖങ്ങളെ അയാൾ പ്രതീക്ഷയോടെ നോക്കും. ചിലർ വല്ലതും നൽകും, ചിലർ അവഗണിക്കും. അയാളുടെ ലോകം ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങിയിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ സ്വന്തം സ്വത്വം പോലും നഷ്ടപ്പെട്ട് അയാൾ വെറും ഒരു യാചകനായി സ്വയം കരുതി. ഒരു ഉച്ചയ്ക്ക് പ്രൗഢമായ വസ്ത്രങ്ങൾ ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന ഒരാൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ മനുഷ്യൻ ഒരു വലിയ പണക്കാരനാണ്. തീർച്ചയായും എനിക്ക് നല്ലൊരു തുക തന്നെ നൽകും, അയാൾ മനസ്സിൽ കണക്കുകൂട്ടി. പ്രതീക്ഷയോടെ അയാൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് തന്റെ കൈകൾ നീട്ടി. ആ മനുഷ്യൻ ഒരു നിമിഷം നിന്നു. അയാളുടെ കണ്ണുകളിൽ സഹതാപമായിരുന്നില്ല, മറിച്ച് ഒരു തരം കൗതുകമായിരുന്നു. ശാന്തമായ സ്വരത്തിൽ അയാൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയാണല്ലോ. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തിരികെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ആ ചോദ്യം കേട്ട് യാചകൻ ഒന്ന് പതറി. സർ, ഞാൻ നൽകാൻ ഒന്നുമില്ലാത്ത ഒരു പാവം യാചകനാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ യാചിക്കുന്നത്. എന്റെ കയ്യിൽ ഒന്നുമില്ല. അത് കേട്ട് ആ മനുഷ്യൻ ചെറുതായി പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ലെങ്കിൽ ചോദിക്കാനും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹതയില്ല. ഞാനൊരു വ്യാപാരിയാണ്. കൊടുക്കൽ വാങ്ങലുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തരാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും തിരികെ തരും. ഇത്രയും പറഞ്ഞ് അയാൾ നിർവികാരനായി ട്രെയിനിൽ കയറിപ്പോയി. ട്രെയിൻ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും ആ മനുഷ്യന്റെ വാക്കുകൾ ഒരു അമ്പ് പോലെ അയാളുടെ ഹൃദയത്തിൽ തറച്ചു നിന്നു. നൽകാൻ ഒന്നുമില്ലാത്തവന് ചോദിക്കാൻ അർഹതയില്ല. ആ വാക്കുകൾ അയാളുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചു. അന്നുവരെ ആരും തന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പുച്ഛവും നിസ്സഹായതയും അയാളെ പൊതിഞ്ഞു. ഒരു പക്ഷേ ഞാൻ തിരികെ ഒന്നും നൽകാത്തത് കൊണ്ടാകാം എനിക്ക് കൂടുതൽ ഒന്നും ലഭിക്കാത്തത്. പക്ഷേ ഒരു യാചകനായ ഞാൻ എന്തു നൽകാനാണ്? ആ ചിന്ത അയാളെ വേട്ടയാടി. 2 ദിവസത്തോളം അയാൾക്ക് ഭിക്ഷ യാചിക്കാൻ പോലും തോന്നിയില്ല. അയാളുടെ മനസ്സിൽ ആ ചോദ്യം മാത്രം ഒഴുകിക്കൊണ്ടിരുന്നു. 3-ാം ദിവസം സ്റ്റേഷന്റെ അറ്റത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് വിഷാദിച്ചിരിക്കുമ്പോൾ സമീപത്തെ പൊന്തക്കാട്ടിൽ വർണ്ണഭംഗിയുള്ള കുറച്ച് കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അയാളുടെ കണ്ണിലുടക്കി. ഒരു മിന്നൽ പോലെ ആ ആശയം അയാളുടെ മനസ്സിലേക്ക് എത്തി. എന്തുകൊണ്ട് എനിക്ക് പൂക്കൾ നൽകിക്കൂടാ? അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ലഭിച്ച ഒരു വെളിച്ചമായിരുന്നു. അയാൾ ആ പൂക്കൾ ശ്രദ്ധയോടെ പറിച്ചെടുത്തു. അന്നു മുതൽ അയാളുടെ യാചനയുടെ രീതി മാറി. ഭിക്ഷ നൽകിയ ഓരോരുത്തർക്കും അയാൾ നിറഞ്ഞ മനസ്സോടെ ഒരു പൂവ് സമ്മാനിച്ചു. അപ്രതീക്ഷിതമായി ഒരു പൂവ് കിട്ടിയപ്പോൾ പലരുടെയും മുഖത്ത് അത്ഭുതവും സന്തോഷവും വിരിഞ്ഞു. അവർ ആ പൂക്കൾ സ്നേഹത്തോടെ വാങ്ങി. അന്നു മുതൽ അയാൾക്കൊരു പുതിയ ശീലമുണ്ടായി. എല്ലാ ദിവസവും രാവിലെ പൂക്കൾ ശേഖരിക്കുക, ഭിക്ഷ നൽകുന്നവർക്ക് പുഞ്ചിരിയോടെ അത് സമ്മാനിക്കുക. പൂക്കൾ നൽകാൻ തുടങ്ങിയതോടെ കൂടുതൽ ആളുകൾ അയാൾക്ക് പണം നൽകി തുടങ്ങി. കയ്യിലെ പൂക്കൾ തീരുമ്പോൾ ഭിക്ഷ നൽകുന്നവരുടെ എണ്ണം കുറയുന്നതും അയാൾ ശ്രദ്ധിച്ചു. ആളുകൾ പണം നൽകുന്നത് തന്റെ ദയനീയാവസ്ഥ കണ്ടിട്ടല്ല, മറിച്ച് താൻ നൽകുന്ന പൂക്കൾക്ക് പകരമായെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം അതേ മനുഷ്യനെ അയാൾ വീണ്ടും ട്രെയിനിൽ വെച്ച് കണ്ടു. ഇത്തവണ യാചകന്റെ മുഖത്ത് പഴയ ദൈന്യതയായിരുന്നില്ല, മറിച്ച് ആത്മവിശ്വാസത്തിന്റെ ഒരു തിളക്കമുണ്ടായിരുന്നു. അയാൾ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, സർ, ഇന്ന് എനിക്ക് അങ്ങേക്ക് തിരികെ നൽകാൻ ചിലതുണ്ട്. ദയവായി എനിക്ക് എന്തെങ്കിലും തരൂ. പകരമായി ഞാൻ ഈ മനോഹരമായ പൂക്കൾ നൽകാം. അയാളെ തിരിച്ചറിഞ്ഞ ആ വ്യാപാരിയുടെ മുഖത്ത് അതിശയവും ആദരവും വിടർന്നു. അദ്ദേഹം പുഞ്ചിരിയോടെ കുറച്ചു പണം നൽകി ആ പൂക്കൾ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അതിശയിപ്പിക്കുന്ന മാറ്റം. നീയും എന്നെ പോലെ ഒരു വ്യാപാരി ആയിരിക്കുന്നു. ആ വാക്കുകൾ ഇത്തവണ അയാളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയില്ല. പകരം അഭിമാനത്തിന്റെ പുതിയൊരു വാതിൽ തുറന്നു കൊടുത്തു. വ്യാപാരി ആ വാക്ക് അയാളുടെ ചിന്തകളെ മാറ്റിമറിച്ചു. താൻ യാചകനല്ല, താനും ഒരു കച്ചവടക്കാരനാണെന്ന തിരിച്ചറിവ് അയാളെ ആവേശഭരിതനാക്കി. അയാൾ സ്റ്റേഷനിൽ നിന്നിറങ്ങി ആകാശത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി യാചകനല്ല, ഞാനൊരു വ്യാപാരിയാണ്. എനിക്കും ഒരു നാൾ വിജയിക്കാൻ കഴിയും. 6 മാസങ്ങൾ കടന്നുപോയി. അതേ സ്റ്റേഷനിൽ വെച്ച് പ്രമുഖരായ 2 വ്യാപാരികൾ കണ്ടുമുട്ടി. അതിലൊരാൾ മറ്റേയാളെ തിരിച്ചറിഞ്ഞ് കൈ കൊടുത്തു. അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ക്ഷമിക്കണം. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ? രണ്ടാമൻ സംശയത്തോടെ ചോദിച്ചു. ആദ്യത്തെയാൾ പുഞ്ചിരിച്ചു. നമ്മൾ 2 തവണ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അങ്ങ് എനിക്ക് ഭിക്ഷ നൽകാൻ വിസമ്മതിച്ചു. 2ാമത്തെ തവണ എന്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങി.
അങ്ങന്ന് സംസാരിച്ച യാചകനാണ് ഞാൻ. രണ്ടാമത്തെയാൾ അത്ഭുതത്തോടെ അയാളെ നോക്കി. ആ പഴയ യാചകന്റെ രൂപം ആ പ്രൗഢമായ വസ്ത്രങ്ങൾക്കുള്ളിൽ സങ്കല്പിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളോ? അവിശ്വസനീയം. ഇപ്പോൾ എന്തു ചെയ്യുന്നു? വിജയയുടെ പുഞ്ചിരിയോടെ അയാൾ മറുപടി നൽകി. ഞാനിപ്പോൾ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു പൂക്കച്ചവടക്കാരനാണ്. ഒരു വലിയ ഓർഡറിന്റെ കാര്യത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് പോകുകയാണ്. അയാൾ തുടർന്നു. അന്ന് അങ്ങ് എന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു. നാം എന്തെങ്കിലും നൽകുമ്പോൾ മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. ഞാൻ ഒരു യാചകനായിരുന്നില്ല, എന്റെ ഉള്ളിലും ഒരു വ്യാപാരി ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആളുകൾ എനിക്ക് ഭിക്ഷ തരികയായിരുന്നില്ല, ഞാൻ നൽകിയ പൂക്കൾക്ക് അവർ വില നൽകുകയായിരുന്നു. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ എന്റെ ജീവിതം മാറി. ആ പ്രചോദനത്തിന് ഞാൻ അങ്ങയോട് എന്നും കടപ്പെട്ടിരിക്കും. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഒരാൾ അറിവ് നൽകി, മറ്റൊരാൾ അത് പ്രവൃത്തിയിലൂടെ വിജയകരമായി മാറ്റിയെടുത്തു. കൊടുക്കൽ വാങ്ങലുകളുടെ ആ മനോഹരമായ നിയമം അവിടെ പൂർത്തിയാവുകയായിരുന്നു.